അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി തീരുവ 50% നിന്ന് 18% കുറച്ചത് വിപണിയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരം വലിയ സാമ്പത്തിക നയമാറ്റങ്ങൾ ഉള്ളപ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് മാറുന്നത് വിലയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് ഇടയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ സ്വർണ്ണ വിപണിയിൽ ദൂരവ്യാപകമായ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. കരാർ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ രൂപ കരുത്ത് പ്രാപിച്ചു. വ്യാപാര കരാർ ഇന്ത്യൻ രൂപയ്ക്ക് കരുത്ത് പകരുന്നത് സ്വർണത്തിന്റെ പ്രാദേശിക വിലയിൽ നേരിയ കുറവുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നാൽ സ്വർണ്ണ ഇറക്കുമതി ചെലവ് കുറയുകയും അത് പ്രാദേശിക വിപണിയിൽ വില താഴാൻ ഇടയാക്കുകയും ചെയ്യും. എങ്കിലും കരാറിനെ തുടർന്ന് ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ആവശ്യം കൂടിയതിനാൽ വില ഉയരാനാണ് നിലവിൽ സാധ്യത കാണുന്നത്. അമേരിക്കൻ വിപണിയിലെ തീരുവകൾ കുറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്വർണ്ണാഭരണ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് ആഭരണ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. ഈ കരാറിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ രൂപയുടെ കരുത്തും ആഗോള വിപണിയിലെ വർദ്ധിച്ച ആവശ്യകതയും തമ്മിലുള്ള മത്സരമാണ് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. അതിനാൽ വിപണിയിൽ കൃത്യമായ ഒരു ദിശ കൈവരിക്കുന്നതുവരെ സ്വർണ്ണവിലയിൽ അസ്ഥിരത തുടരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.